അപ്പുറത്തേക്ക് എത്തി. അപ്പുറത്തുണ്ട് ബേബി പിന്നെ ഒരുപാട് പണിയുണ്ട് കാരണം ഫോട്ടോ തന്നെ അപ്പം വാങ്ങേണ്ടത് കൊല വാങ്ങണം എല്ലാം വാങ്ങണം. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ എൻ്റെ എത്ര ഞാൻ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ്. ഹായ് മൈ ക്യൂൻസ്, വെൽക്കം ടു പേൾ ഗ്ലോ ഒഫീഷ്യൽ. ഇറ്റ്സ് മീ അമ്മു സുബിൻ എന്ന് നമ്മളൊരു വ്ളോഗാട്ടോ ചെയ്യുന്നത്. അതായത് ഒരു ചെറിയൊരു ചടങ്ങുണ്ട്. പ്രഗ്നൻസിയിൽ നമ്മൾ വടകരക്കാരൊക്കെ 6ാം മാസത്തിൽ അപ്പമൊക്കെ കൊണ്ടുവന്ന ചടങ്ങാട്ടോ. ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അതായത് ചടങ്ങിന് ശരിക്കും ഞാനൊന്നും പങ്കെടുക്കണ്ടല്ല, ഞാൻ അവിടെ നിന്നിട്ട് ഇവരൊക്കെയാണ് കുടുംബക്കാരൊക്കെ കൊണ്ടുത്തരുന്ന ചടങ്ങാട്ടോ ഇത്. ഇന്നിപ്പോൾ നമ്മൾ ആരെയും വിളിച്ചിട്ടില്ല, പാറുവിനെ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ഇവിടെ നേരത്തെ നമ്മൾ ഏൽപ്പിച്ചതാട്ടോ. അതായത് ഈ ഒരു ചടങ്ങിന് നമ്മൾ കൊണ്ടുപോവുക കൊലയും, അതായത് പഴത്തിൻ്റെ കൊലയും അപ്പമൊക്കെ കേട്ടോ കൊണ്ടുപോകുക. നമ്മളിവിടെ കലവറയിൽ, അതായത് നമ്മൾ നാടാട്ടോ ഇത് കലവറ നേരത്തെ, അതായത് ഇപ്പം നാടൻ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇവിടെയാട്ടോ സെയിൽ ചെയ്യാറ്. ഇവിടെ നേരത്തെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഒരാഴ്ച മുന്നേ ഏൽപ്പിച്ചതാണ്. അന്നേരം കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് നമുക്ക് സൺഡേ ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ തൂക്കവും എല്ലാം നോക്കിയിട്ട് അമ്മ സെറ്റാക്കും കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മളെ നാട്, അതായത് ചെറിയൊരു ഭാഗം കേട്ടോ ഞാൻ കാണിച്ചിട്ട്. പിന്നെ നമ്മൾ അപ്പമൊക്കെ വാങ്ങിച്ച് വേറെ അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് കേട്ടോ അപ്പമൊക്കെ വാങ്ങിച്ച് നമ്മളിനി ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് ദൂരമാണ് കേട്ടോ ഇവിടുന്ന്. അത്രയൊന്നുമില്ല, ഒരു 10 മിനിറ്റ് നമ്മളെ വീടുമായിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇതാ നമ്മൾ ഏകദേശം ഏട്ടൻ്റെ വീട്ടിലെത്താറായി. നല്ല റോഡൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വരുന്ന വഴി ഭയങ്കര കുറേയൊക്കെ നടക്കണ്ട വന്നിട്ടോ. അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് റോഡിന്. ഞാൻ കുറേ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നടന്ന് വന്നാട്ടെ. ഇത് പാറു നമ്മളെ നെയ്ബർ, എനിക്ക് എൻ്റെ ഒരു അനിയത്തിനെ പോലെ കേട്ടോ പാറു. അതായത് പാറും ഞാനും കൂടി അത് ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് അവൾ രണ്ടാളും കൂടി ഇറങ്ങി. ഒരു രക്ഷയില്ല, നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഞാനും പാറും കഥയൊക്കെ പറഞ്ഞങ്ങനെ കുറേ ദൂരം നടന്നു. വണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2-3 പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റോഡിൻ്റെ കണ്ടീഷൻ നല്ല രീതിയിലായതുകൊണ്ട് 2-3 നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ കൂടിയുള്ള റോഡ് തീരെ ശരിയില്ല. അതായത് ഞാൻ വരുന്നതിൻ്റെ മുന്നേ, അതായത് 4 വർഷമായി മാരേജൊക്കെ കഴിഞ്ഞിട്ട്, അന്നേ കുഴപ്പമായിരുന്നു. പിന്നെ തീരെ ഇപ്പോൾ അതിലേ വരാനായി. പിന്നെ പ്രഗ്നൻസി ആണ്, നമുക്കൊരു റിസ്ക് എടുക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും വണ്ടി കയറി. ഇത് നല്ല റോഡ്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. ഇത് നേരെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വരെ ടാർ ഇട്ടിട്ടുള്ളൂ, ബാക്കി ഓരോരോ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടാറ് മുടങ്ങി കിടക്കുകയാണ്. ഏട്ടനും വീട്ടുകാരൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ എത്തി. ഇതാട്ടോ കിച്ചേട്ടൻ്റെ വീട്. ഇത് നമ്മളെ പെങ്ങളെ കുട്ടിയാണ്, അനസ്റ്റിയാണ് കേട്ടോ നമ്മളെ പേര്. ഞാൻ പറഞ്ഞില്ലേ, ഇതാ റോഡിൻ്റെ കണ്ടീഷൻ. ഇവിടെ ടാറൊന്നും ഇട്ടില്ല, കുറേ കാലമായി ഇതുപോലെ തന്നെ. പക്ഷെ മഴയാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ ഒട്ടും ആർക്കും പോകാൻ പറ്റത്തില്ല. ഇതാട്ടോ നമ്മളെ റൂം ബെഡ്റൂം.
ഞാനിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാൻ മാർച്ച് 10-നാണ് പ്രഗ്നൻ്റാന്ന് പറഞ്ഞത്. പിന്നെ 11-ന് പോയതിന് ശേഷം 6 മാസത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വിട്ടുപോയി. അതായത് ഏട്ടൻ്റെ പെങ്ങളാണ് ഇത്. ഒരേട്ടൻ്റെ വൈഫും കുട്ടിയാട്ടോ, ലുണ്ടു മോൻ. അയാൾ ലുണ്ടു എന്നാട്ടോ വിളിക്കുക. പിന്നെ നമ്മൾ കുറേ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു. ഇരുടായിരുന്നു, അതായത് ലൈറ്റൊന്നും കറണ്ട് ഇല്ലായിരുന്നു നമ്മൾ പോയ ദിവസം കൊണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ. പിന്നെ ചായയൊക്കെ കുടിച്ചു. ചായക്ക് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ കുറേ ബേക്കറി ഉണ്ടായിരുന്നു. എനിക്ക് ബേക്കറി ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. കേക്കൊക്കെ ഉണ്ടായിരുന്നു. പാറുവിന് നാളെ വരുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. പാറുവിന് ഫുഡ് എടുക്കുമ്പോൾ, ഫുഡ് അടിക്കുന്ന സമയത്ത് തീരെ വീഡിയോ ഒന്നും ഇഷ്ടമല്ല, ഭയങ്കര നാണക്കാരിയെ. നമ്മളങ്ങനെ തന്നെ കുറേ കഥയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അന്നൂസപ്പം ഭയങ്കര കുർത്തക്കട കേട്ടോ. വണ്ടിയൊക്കെ കയറിയിട്ട്. ഇത് ഡുണ്ടുവിൻ്റെ വണ്ടിയാണ്. ഡുണ്ടുവിൻ്റെ ബർത്ത്ഡേക്ക് അന്നൂസ് കൊടുത്ത വണ്ടിയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ നേരെ എൻ്റെ റൂമിലോട്ടോ പോയത്. അതായത് കുറേ എനിക്ക് ഒരുക്കി വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഇനി ഇങ്ങോട്ടൊന്നും വരില്ല, വാവിയായിട്ടൊക്കെ ആട്ടോ വീട്ടിലേക്ക് പോകും. അതുകൊണ്ട് ഇതാട്ടോ എൻ്റെ ബെഡ്റൂം ആകെ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട്. നല്ല വ്യൂ ആട്ടോ. നമ്മളെ ജനലിൻ്റെ പുറത്തുകൂടി ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് വയനാട്ടിലൊക്കെ പോയില്ലേ, ആ ഒരു തരത്തിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര മഴക്കാലത്ത് പ്രത്യേകിച്ച് നല്ല രസം. ജനലിൻ്റെ ഉള്ളിൽ കൂടി പുറത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അർജു ഗിഫ്റ്റ് ചെയ്താട്ടോ. അത് കല്യാണത്തിന് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അവൻ്റെ കല്യാണത്തിന് കേട്ടോ തന്നത്. പിന്നെ ഇത് നമ്മളെ റൂമിൽ ഇവിടെയായിട്ടോ നമ്മൾ സിസ്റ്റമൊക്കെ വെച്ചിട്ട് ഇവിടുന്ന് ഏട്ടൻ എഡിറ്റിങ്ങൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ കുറേ ഇങ്ങനെ ഒരുപാട് വൃത്തിയാക്കാണ്. ഇത് ഏട്ടൻ്റെ ബെഡ്റൂമും കാര്യങ്ങളാട്ടോ ഇത് വരുന്നത്. നമുക്കൊരുപാട് വൃത്തിയാക്കാനുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഒഴിവാക്കാനുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോകുന്നത് കൊണ്ടാണ് എനിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ എൻ്റെ ചെറിയ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ മില്ലറ്റ് പോലത്തെ അതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തേനിൻ്റെ കാലാവധി ഞാൻ കുറേ നോക്കി. അത് പക്ഷേ കുഴപ്പമൊന്നുമില്ല. 2025 ജനുവരി വരെ ഉണ്ട് കാലാവധി. പിന്നെ അത് നമുക്കിപ്പോൾ കഴിക്കാനുള്ള അത്ര ഒരു ധൈര്യമില്ല. അതുകൊണ്ട് മുഖത്തൊക്കെ തേക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചാൽ ഇതാട്ടോ. ഇത്രയും സാധനങ്ങൾ ഇതിൽ തന്നെ കുറേ ഒഴിവാക്കാനുണ്ട്. ആ മാർസിൻ്റെ മേക്കപ്പ് ബ്രഷൊക്കെ നല്ല പൈസ ഉണ്ട്. അതായത് 1000 ഉണ്ട് വാങ്ങിക്കുന്ന സമയത്ത്. പക്ഷെ ഒന്നും യൂസ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിൽഗ്രിമിൻ്റെ സിറോക്കെ അതേ കുറച്ച് യൂസ് ചെയ്തതിന്. പിന്നെ എല്ലാം കുറച്ച് യൂസ് ചെയ്യും, പിന്നെ അവിടെ തന്നെ ഇട്ട് വെക്കും. ഇതാട്ടോ. അതുകൊണ്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ ഒഴിവാക്കേണ്ടത്. കുറേ ഞാൻ എന്തൊക്കെയോ ബാഗിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് റിതത്തിൻ്റെ നല്ല ഒരു മേക്കപ്പ് പാഡോ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 4 ഉണ്ടായിരുന്നു. അതിൽ 2 യൂസ് ചെയ്ത് 2 ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു വ്യൂ നോക്കുമ്പോൾ, മേലെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല നല്ല വെച്ചപ്പാണ്, നല്ല രസമാണ് കാണാനൊക്കെ. ഇവിടെയൊക്കെ നമ്മുടെ ഏട്ടൻ്റെ വൈഫും ഞാനൊക്കെ വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കും കേട്ടോ. പിന്നെ പാറുവിന് മേക്കപ്പ് സാധനം വെച്ചാൽ ഭയങ്കര ഫേവറേറ്റ് സാധനമാണ്. അതുകൊണ്ട് എല്ലാം ഇതൊക്കെ മൂപ്പർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടില്ല, നീ എടുത്തോ എന്ന് പറഞ്ഞ തരത്തിൽ നമ്മളെല്ലാം പേക്ക് കേട്ടോ ചെയ്തത്. ഇത് ഞാൻ ജിമ്മിൽ പോകേണ്ടിയിട്ട് ഭയങ്കര താല്പര്യത്തോട് വാങ്ങി വെച്ച ടവലായിരുന്നു. പിന്നെ ഒരു പ്രഗ്നൻസി ഒക്കെ നോക്കുന്ന സമയമായിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് പോയില്ല, ജിമ്മിലേക്ക് പോയില്ല. അതുകൊണ്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനെ വീട്ടിലേക്ക് എടുക്കുക വെച്ചാൽ. എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ എനിക്ക് എന്തായാലും ടവലൊക്കെ വേണ്ടതല്ലേ. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് ഒരുപാട് തളർന്നു പോയി. അതായത് അത്രയ്ക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും പാറൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് പണി കുറഞ്ഞ് കിട്ടി. നമ്മൾ കുറേ ഇങ്ങനെ നോക്കി അങ്ങോട്ട് നോക്കുന്ന നല്ല മഴക്കാറുണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ തന്നെ മഴ ഉണ്ടായിരുന്നു. പിന്നെ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 3 കൂടി കോനാന്ന് ആദ്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത്
പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇരിടാണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഫുഡൊക്കെ കഴിച്ച് വണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ വ്ളോഗ്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ പേൾ ഗ്ലോ ഒഫീഷ്യൽ. ടാറ്റാ.